പശ്ചിമേഷ്യ ആകെ സംഘർഷഭരിതം. ഇന്നലെ മുതൽ ടി വിന്ന് കണ്ണെടുക്കാനായിട്ട് പറ്റിയിട്ടില്ല. വളരെ കുറച്ച് സമയം ഒഴിച്ച്, ഉറങ്ങിയ ഒരല്പസമയം ഒഴിച്ച് ബാക്കി സമയം മുഴുവൻ എല്ലാ വാർത്തകളും നമ്മുടെ മലയാളത്തിലെ ചാനലുകൾ, അതേപോലെ ഇംഗ്ലീഷ് ചാനലുകൾ, ന്യൂസ് 9, മിറർ നൗ, ഇന്ത്യ ടുഡേ, NDTV, റിപ്പബ്ലിക് TV തുടങ്ങിയ എല്ലാ ചാനലുകളും ഇങ്ങനെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വെളുപ്പിനെ ഇന്ന് തുടങ്ങിയ ഒരു എക്സർസൈസാണ് വീണ്ടും. അപ്പോൾ ഇന്നലെ രാത്രി തന്നെ ഒരു വാർത്ത വന്നിരുന്നു. അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് എൻ്റെ ഒരു പ്രഖ്യാപനം, അതുപോലെ നേതന്യാഹു, ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി നേതന്യാഹുവിൻ്റെ ഒരു പ്രസ്താവനയും വന്നിരുന്നു. അതായത് ഈ ഖൊമനേയി വധിക്കപ്പെട്ടു എന്നുള്ളത്. ആയത്തുള്ള ഖൊമനേയി എന്ന് പറയുന്നത് ഇറാൻ്റെ ആത്മീയ നേതാവാണ്, പരമോന്നത ആത്മീയ നേതാവായിട്ട് നടക്കുന്ന ആളാണ്, ഷിയായുടെ തലവനാണ്. അപ്പോൾ ആ ന്യൂസ് ശരിയാണോ തെറ്റാണോ എന്നുള്ളത് വിശ്വസിക്കാൻ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കാരണം ഇത് എന്തായാലും ഇദ്ദേഹത്തെ വധിക്കും എന്ന് ഉള്ള ശ്രമമെല്ലാം ഇവർ നടത്തുമെന്നറിയാം. അപ്പോൾ അദ്ദേഹത്തെ ഒരു സുരക്ഷിത താവളത്തിലേക്ക് എങ്ങാനും മാറ്റും ഇറാൻ എന്നുള്ള ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. പക്ഷേ അങ്ങനെയാണ് വിചാരിച്ചിരുന്നത്, അങ്ങനെയാണ് അവർ പറഞ്ഞിരുന്നതും. പക്ഷേ അതൊന്നും നടന്നില്ല. അപ്പോൾ ഇന്ന് വെളുപ്പിന്, അതായത് ശനിയാഴ്ച വെളുപ്പിന്, ഇന്നലെ വെളുപ്പിന് 4 മണിക്ക് അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ വെച്ച് അദ്ദേഹം കൊല്ലപ്പെടുന്നു. അദ്ദേഹത്തിൻ്റെ മകളും മരുമകനും ചെറുമകളും കൊച്ചുമകളും ഇതേപോലെ കൊല്ലപ്പെട്ടു. അപ്പോൾ അതൊരു വലിയ വാർത്തയായിരുന്നു. ഏതായാലും വലിയൊരു അറ്റാക്കാണ് ഈ അമേരിക്കയും ഇസ്രായേലും ചേർന്ന് ഇറാനിൽ നടത്തിയത്. ഇറാനിലെ ഒരുപാട് തന്ത്രപ്രധാന മേഖലകൾ, പ്രസിഡന്റ് കൊട്ടാരം എല്ലാം തകർക്കപ്പെട്ടു. അങ്ങനെ വലിയ വലിയ നാശങ്ങൾ അവിടെ ഉണ്ടായി. ഇറാൻ ഉടനെ അതിന് റിറ്റാലിയേറ്റ് ചെയ്യാനും തുടങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിനു മുമ്പ്, അത് ഞാൻ പറയാം ഇനി ബാക്കി. അതിനു മുമ്പ് ഇതിൻ്റെ ചരിത്രം നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ, ഇറാൻ 1979 വരെ ഷാ ഭരണകൂടത്തിൻ്റെ കീഴിലായിരുന്നു. ഷായുടെ അഴിമതിയും ധൂർത്തും, ഷായുടെ ഭാര്യയുടെ അഴിമതിയും ധൂർത്തും എല്ലാം ലോകം മുഴുവൻ കണ്ടതാണ്. അവസാനം അവിടെ 1989 ഒരു ആത്മീയ വിപ്ലവം ഈ ആയത്തുള്ള അലി ഖൊമേനിയുടെ നേതൃത്വത്തിലുണ്ടായി. അങ്ങനെ അതിൽ ഷാ ഭരണകൂടം തൂത്തെറിയപ്പെട്ടു. ഷായും ഭാര്യയും രായ്ക്ക് രാമാനം ഒളിച്ചോടി അമേരിക്കയിൽ അഭയം പ്രാപിച്ചു. അമേരിക്കയെ വെച്ചാണ് ഷാ മരിക്കുന്നതും. പിന്നീട് ഷായുടെ ഒരു മകനുണ്ട്, അതായത് ഇവർ പഹ്ലവി ഷാ എന്നാണ് അവർ ഷായുടെ പേര്. അപ്പോൾ പഹ്ലവി ഷായുടെ മകൻ റേസ പഹ്ലവി, അയാൾ ഇപ്പോഴും അമേരിക്കയിലുണ്ട്. അവിടെ ഇരിക്കുക. അവിടെ ഇരുന്നുകൊണ്ട് ഇങ്ങോട്ട് വരാൻ ഒക്കത്തില്ല. ഇറാനിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇയാളെ ശരിപ്പെടുത്തും. കാരണം അത്രത്തോളം അയാളെ സ്വീകാര്യതയുള്ള ഒരാളാണ് ഇറാനിൽ. അപ്പോൾ ഇയാൾക്ക് എങ്ങനെയെങ്കിലും ഇവിടെ വരണം. അപ്പോൾ അയാൾ ഇങ്ങനെ ഈ ഇഷ്ടമാതിരി, അതായത് ഏതെങ്കിലും വിധത്തിൽ എങ്ങനെയെങ്കിലും അവിടെ ഒരു പ്രശ്നമുണ്ടായി, ഈ ആയത്തുള്ള അലി ഖൊമേനി കൊല്ലപ്പെടണം, അവിടെ ഇവിടുത്തെ ഇപ്പോഴത്തെ ഭരണകൂടം തകരണം എന്നുള്ള ഒരു കാഴ്ചപ്പാടുള്ള ഒരാളാണ്. ഇനി ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, ഇപ്പോൾ അലി ഖൊമേനിയുടെ ഞാൻ പറഞ്ഞില്ലേ, അധികാരം പിടിച്ചു. 2 തവണ അദ്ദേഹം ഈ ഇറാൻ്റെ പ്രസിഡൻ്റായി. അത് കഴിഞ്ഞ് അദ്ദേഹം ഭരണരംഗത്തുനിന്ന് അത് ആ രീതിയിലില്ല. പക്ഷേ അഡ്വൈസൊക്കെ കൊടുക്കുന്നതും ഒരു സുപ്രീമോ, അതായത് എല്ലാം അതിൻ്റെ നേതൃത്വം മുഴുവൻ അദ്ദേഹത്തിൻ്റെ കയ്യിലാണ്. ആത്മീയ നേതാവ് എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിൻ്റെ കയ്യിൽ തന്നെയാണ്. അദ്ദേഹമാണ് കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നതൊക്കെ. ഒരു ലോക കാര്യങ്ങളൊക്കെ നല്ല അറിവുള്ള ആളാണ്. പക്ഷേ ഇറാനിലെ ഈ ഇപ്പോഴത്തെ ആ റെഷീം, അവരുടെ ആ ഭരണം എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്, അതിനെതിരെ ഒരുപാട് ഒച്ചപ്പാടുകൾ ലോകമാകെ ഉണ്ടായിട്ടുണ്ട്. സത്യമാണ്. ആ ലോകമാകെ ഉണ്ടായ ഒച്ചപ്പാടുകൾ എന്ന് പറയുന്നത്, അവിടെ യഥാർത്ഥത്തിൽ സ്ത്രീ സ്വാതന്ത്ര്യം ഇല്ല. സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾ അവിടെ ഒരുപാട് കൂടുതലാണ്. സ്ത്രീകൾക്ക് പൊതുരംഗത്തൊന്നും ഇറങ്ങാൻ ഒക്കത്തില്ല. അവർക്ക് വളരെ ബുദ്ധിമുട്ടാണ്.
ആ രീതിയിൽ ആ ആ ആ ഒരു 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 പ്രിമിറ്റീവായിട്ടുള്ള ഒരു കാഴ്ചപ്പാടാണ് ഇവർക്കുള്ളത്. അതായത് ഒരു ഒരു കാടത്തം എന്നേ പറയാൻ ഒക്കുള്ളൂ. അത് ആ രീതിയിലാണ് പോയിക്കൊണ്ടിരുന്നത്. സ്ത്രീക്ക് സ്വാതന്ത്ര്യമൊന്നുമില്ല. പിന്നെ അത് മാത്രമല്ല, സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യമല്ല മാത്രം, അവിടെ ആ യഥാർത്ഥത്തിൽ ഈ ജെൻഡർ ജസ്റ്റിസ് എന്ന് പറയുന്ന ഒരു സാധനം ഇല്ല. ആണും പെണ്ണും നോക്കിയാൽ ആണുങ്ങൾക്ക് അവകാശങ്ങളെല്ലാം ഉണ്ട്, പെണ്ണുങ്ങൾക്ക് അവകാശങ്ങളൊന്നുമില്ല. പിന്നെ അതായത് മനുഷ്യാവകാശ ലംഘനങ്ങൾ വളരെയധികം കൂടുതലായിരുന്നു. അതുപോലെ ഈ അടിസ്ഥാന സ്വാതന്ത്ര്യം പോലും ജനങ്ങൾക്കില്ല പല കാര്യങ്ങളിലും. പിന്നെ പിടിപ്പുകേട്, ഭരണകൂടത്തിൻ്റെ പിടിപ്പുകേട് കൊണ്ടുള്ള സാമ്പത്തിക അരാജകത്വം, അത് സാമ്പത്തികമായിട്ടുള്ള തകർച്ച ഉണ്ട്. അപ്പോൾ അതിനെയൊക്കെ ചോദ്യം ചെയ്ത് യുവാക്കൾ ധാരാളമായി രംഗത്തേക്ക് വന്നു. യഥാർത്ഥത്തിൽ അവിടെ ഒരു വിപ്ലവം തന്നെ നടക്കുകയായിരുന്നു. ആ വിപ്ലവം പക്ഷേ ഭരണകൂടത്തിന് അടിച്ചമർത്താൻ പറ്റി. ഖൊമേനിയുടെ നേതൃത്വത്തിലുള്ള ഭരണകൂടത്തിന് അത് അടിച്ചമർത്താൻ പറ്റി. അടിച്ചമർത്താൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് വിദ്യാർത്ഥികൾ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ചെറുപ്പക്കാർ ഒരുപാട് പേരെ കൊന്നു തന്നെയാണ് അത് തീർക്കുന്നത്. അതിന് അങ്ങനെ മനുഷ്യാവകാശ ലംഘനങ്ങളിലെ ഒരു കൂമ്പാരം തന്നെ അവിടെ ഉണ്ടായി എന്നുള്ളതൊരു സത്യമാണ്. അപ്പോൾ ഇതിന് ഒരുപാട് എതിർപ്പുകൾ ആ രാജ്യത്തുണ്ടായി, ഒരുപാട് എതിർപ്പുകളുണ്ടായി. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഇത് നോക്കിയിരിക്കുക അമേരിക്കയും ഇസ്രായേൽ, അതായത് ട്രംപും നേതന്യാഹുവും ഇതിങ്ങനെ നോക്കിയിരിക്കുക. നേതന്യാഹുവിന് എന്നും യുദ്ധം വേണം. കാരണം യുദ്ധമില്ലെങ്കിൽ ഇയാൾക്ക് അവിടെ നിൽക്കാൻ ഒക്കത്തില്ല. അയാളുടെ രാജ്യത്ത് പ്രശ്നമാണ്. കാരണം അഴിമതി ആരോപണ കേസിൽ യഥാർത്ഥത്തിൽ അത് ശിക്ഷിക്കപ്പെട്ടിരിക്കുകയാണ്. അയാൾ വലിയ പ്രശ്നമാണ്. അയാൾക്ക് അയാളും കുടുംബമൊക്കെ ജയിലിലാവും, അല്ലെ കൊല്ലപ്പെടും, ആ രീതിയിലാണ്. അപ്പോൾ അയാൾക്ക് എന്നും യുദ്ധം വേണം. യുദ്ധം ഉണ്ടെങ്കിൽ കാര്യങ്ങൾ കുഴപ്പമൊന്നുമില്ല, കാര്യങ്ങളങ്ങ് നടന്നോളും. അപ്പോൾ ഓരോ രാജ്യങ്ങൾ നോക്കും അടിക്കാനായിട്ട്. അപ്പോൾ അത് നോക്കിയിട്ട് കിട്ടുന്ന ഇടത്ത് അവസാനം ഇറാനുമായിട്ട് കയറി. നമുക്കറിയാം കഴിഞ്ഞ വർഷമുള്ള 12 ദിവസത്തെ യുദ്ധം ഉണ്ടായിരുന്നു. ഇറാനെ കയറി അടിച്ചു. ഇറാനെ അതേപോലെ പ്രതീക്ഷിച്ചില്ല, ഇറാൻ ഇങ്ങനെ ഈ രീതിയിൽ റിട്ടാലിയേറ്റ് ചെയ്യുമെന്നുള്ളത് പ്രതീക്ഷിച്ചില്ല. ഇറാൻ അന്നും പറഞ്ഞു, അന്നും ഇറാൻ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഖത്തറിലെ എയർബേസ്, ഈ അമേരിക്കയുടെ എയർബേസ് ആക്രമിച്ചു ഇതിന് പകരമായിട്ട്. കാരണം ഇറാനെ കയറി അടിച്ചതാണ്, അമേരിക്കയുടെ ഇതോടുകൂടി അടിച്ചു. വളരെ അവസാനം നിവൃത്തിയില്ലാതെ എന്നിട്ട് പിന്നെ അങ്ങോട്ട് തുടങ്ങി ടെല്ലവീവിലൊക്കെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വലിയ നാശങ്ങളുണ്ടായി. ഇറാന് നാശം ഉണ്ടായെന്നുള്ളത് നോക്കണ്ട, കാരണം ഇറാനൊക്കെ മുഴുവൻ തകർക്കപ്പെട്ടതാണ്. ടെഹ്റാനിലൊക്കെ ഉള്ള നല്ല ഒരുപാട് കെട്ടിടങ്ങളും എല്ലാം തകർക്കപ്പെട്ടു. അങ്ങനെ യഥാർത്ഥത്തിൽ അവസാനം ഈ ഇറാൻ്റെ കാല് പിടിച്ച് യുദ്ധം നിർത്തേണ്ടതായിട്ട് വന്നു 12 ദിവസം കൊണ്ട്. അതാണ് വേണ്ടി വന്നത്. അങ്ങനെ അതിൻ്റെ പക ട്രംപിനും നേതന്യാഹുവിനും ഉണ്ട്. അതെങ്ങനെയെങ്കിലും തീർക്കണം. അങ്ങനെ ഇവർ നോക്കിയിരിക്കുകയായിരുന്നു. ശേഷം അടുത്തതിൽ പറയാം.